Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ഞങ്ങളോട് വനംവകുപ്പ് ഈ ചതി കാട്ടേണ്ടായിരുന്നു. വയോധികരായ ജയലക്ഷ്മിയും ഉമ്മുകുൽസുവുമാണ് ഈ പറയുന്നത്. ചാലിയാർ പഞ്ചായത്തിലെ പന്നിയങ്കാടുള്ള കോട്ടയിൽ ജയലക്ഷ്മി എന്ന 75-കാരിയും വാക്കടയിൽ ഉമ്മുകുൽസുവുമാണ് പ്രാണഭീതിയോടെ പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായ വീടുകളിൽ കഴിയുന്നത്. ഇവരുടെ ഭൂമി നവകിരണം പദ്ധതിയിലേക്ക് തന്നാൽ 15 ലക്ഷം രൂപ വീതം നൽകാമെന്ന ഉറപ്പ് വനം വകുപ്പ് നൽകി. നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലുള്ള അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ അറിയിച്ച പ്രകാരം തങ്ങളുടെ ഭൂമി നൽകാൻ സന്നദ്ധത അറിയിച്ച് ഇവർ ഭൂമി വനം വകുപ്പിന് കൈമാറി. പക്ഷേ 6 വർഷമായിട്ടും ഫണ്ടില്ലെന്ന കാര്യം പറഞ്ഞ് ഇവർക്ക് അർഹതപ്പെട്ട 15 ലക്ഷം നൽകിയതുമില്ല. വനം വകുപ്പിന് ഭൂമി കൈമാറിയ കുടുംബങ്ങൾ ഉടൻ പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വാടക വീടുകളിലേക്ക് താമസം മാറ്റി. എന്നാൽ വാടക പോലും നൽകാൻ നിർവാഹമില്ലാതെ ജയലക്ഷ്മിയും ഉമ്മുകുൽസുവും ഇപ്പോഴും കഴിയുന്നത് കാട്ടാനകൾ എപ്പോഴും എത്തുന്ന മേഖലയിലാണ്. ഇവിടെ രാത്രിയാകുന്നതോടെ കാട്ടാനകൾ വീട്ടുമുറ്റങ്ങളിൽ നിലയുറപ്പിക്കും. പിന്നെ പേടിച്ചിട്ട് ചോറ് പോലും കഴിച്ചാൽ ഇറങ്ങില്ലെന്ന് ജയലക്ഷ്മി പറയുന്നു. ഫോറസ്റ്റിന്റെ സ്ഥലമാണ്. ഫോറസ്റ്റിന് വീട് കൊടുത്തിട്ട് അവരാരും അതിന് സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പൈസയും കിട്ടിയിട്ടില്ല. ആന ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനും കഴിയില്ല. വാടകയ്ക്ക് പോയാൽ വീട് വാടക കൊടുക്കാനും വഴിയില്ല. ഈ പെൻഷൻ്റെ ഇതുകൊണ്ടാണ് ജീവിതം തന്നെ കഴിയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്ന് ഒഴിവാക്കി തരണമെന്നുണ്ട്. ആന വരുന്നുണ്ട്. മിന്നലും കൂടെ വന്നിട്ടുള്ളൂ. ആന കൊണ്ട് കിടന്നുറങ്ങാനും പറ്റണില്ല. പേടിച്ച് ജീവിക്കുകയാണ് ഞങ്ങൾ. അതിന് എന്താ മറുപടി ഒന്നുമില്ല. കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അവരൊന്നും പറയണില്ല. എന്ത് ചെയ്യാനാണ്? ഒരു നിവർത്തിയില്ല. പേടിച്ച് വരച്ച് കിടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഹൃദ്രോഗി കൂടിയായ ഉമ്മുകുൽസുവിന് മരുന്ന് പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വനം വകുപ്പ് ഞങ്ങളോട് ഈ ചതി കാണിക്കേണ്ടായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങളിപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലിപ്പോൾ ഞങ്ങൾ 2 കുടുംബങ്ങളാണ്. 2 കുടുംബങ്ങളാരണണ്ടൊക്കെ വാടകയ്ക്ക് വയ്ക്കണം. ഞങ്ങൾ 2 കൂട്ടരുണ്ട്. ഞാനും ഒരു ലക്ഷ്മി അടുത്തി. ഞങ്ങൾക്കിപ്പോൾ പുറത്തേക്ക് പോകാനും വെച്ച. ഇപ്പം നേരം വെളുത്ത് അന്ത്യോളം ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അന്ത്യമായി പിന്നെ ആന വന്നോളും കൂട്ടിന്. ആനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പാക ബുദ്ധിമുട്ടില്ല. എത്ര ആളോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു പറയാം. യാതൊരു മറുപടിയില്ല. വനം വകുപ്പ് ഞങ്ങളൊക്കെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ എല്ലാ പേപ്പറുകളും ഒരു വാങ്ങി വെച്ചിരിക്കണം. പക്ഷേ ഇതുവരെ നടപടിയും തന്നിട്ടില്ല. ഇപ്പം ഇന്നാളെ ഞങ്ങൾ ബഷീറാക്കാനെ കണ്ട. ബഷീറാക്കാരന് പിന്നെ ഇലക്ഷൻ കഴിയട്ടെ, പൈസ ഒന്നും കിട്ടൂല എന്നൊക്കെ മൂപ്പര് പറഞ്ഞത്. എന്നാലും മൂപ്പരിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. കാരണം ഞങ്ങൾ വോട്ടൊക്കെ ചെയ്ത് ജയിപ്പിച്ചണമല്ലോ മൂപ്പരെ. അതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടാക്കി. ഞാൻ എന്തെങ്കിലും ചെയ്യുക പറയിക്കാരം ആരോടെങ്കിലുമൊക്കെ. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എൻ്റെ പേരും മുസൽമയാണ്. ഞാനിപ്പോൾ 4 മാസമായി പണിക്ക് പോയിട്ട്. എനിക്ക് സുഖമല്ല. ആദ്യം ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ. ഇപ്പോൾ പിന്നെ ഡിസ്കിന് കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റായിട്ട് തന്നെ ഞങ്ങൾ ഇടങ്ങേറായി ഇവിടെ നിൽക്കുന്നത്. വാതിലുറക്കാൻ പറ്റില്ല. എന്തെന്നെ വന്നാലും വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാൽ അവിടെ ആനയാണ്. ഇന്നലെ 4 മണിക്കാണ് ഞങ്ങൾ മുറ്റത്ത് ആന. ഒരാളൊരു വീട്ടിൽ ഒറ്റക്കാവുമ്പോൾ എങ്ങനെ ഉണ്ടാവുക അവസ്ഥ എന്ന് ആലോചിച്ചാൽ തന്നെ അറിയുള്ളൂ. DFOയെ കണ്ടാൽ തിരുവനന്തപുരത്ത് പോയി ഉടൻ ശരിയാക്കി തരാമെന്ന പതിവ് മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. PK ബഷീർ MLA മാത്രമാണ് ഇനി ഇവരുടെ പ്രതീക്ഷ. നവകിരൺ പദ്ധതിയുടെ ഫണ്ട് സർക്കാർ വകമാറ്റി ചിലവഴിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് MLA പറയുന്നത്. കാരുണ്യ മനസ്സുള്ളവർ ഒരു 5 സെന്റ് സ്ഥലവും വീടും നൽകിയാൽ ഇതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഇവർ പറയുന്നു. ഇനിയെങ്കിലും ഭയം കൂടാതെ കുറച്ചുനാളെങ്കിലും ജീവിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് ഇവർക്കുള്ളത്. A+ വിഷൻ, ചാലിയാർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.